ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയ ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. HTML എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. അപ്പോൾ നമ്മളുടെ ഈ തേർഡ് സെമ്മിൽ പ്രാക്ടിക്കൽ എക്സാം എന്നത് ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. HTML എന്നുള്ളത് നിങ്ങൾ സ്കൂളിലൊക്കെ ഒരു സ്കൂളിൽ പഠിച്ചതാകാം, എളുപ്പമാണ്. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ തന്നെ ഒരു അത്യാവശ്യം അതിൻ്റെ സ്ട്രക്ചറുണ്ട്, ഒരു 7-8 ലൈനുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അത് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധാരണത്തിലത് ഓക്കെ മാറും. ഇപ്പോൾ പഠിക്കാത്തവർ ടെൻഷൻ അടിക്കേണ്ട, HTML പഠിച്ചിട്ടില്ല എന്നും ടെൻഷൻ അടിക്കേണ്ട. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലാബാണത്. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എന്താണ് ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ HTMLൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ഒരുമിക്കവർക്ക് അറിയാൻ പറ്റുമല്ലോ. HTML stands for Hypertext Markup Language. It is the language used for creating, formatting and linking web pages containing text, graphics and other useful information. അതായത് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുക, ഓൾറെഡി ഉള്ള വെബ്സൈറ്റ് ഫോർമാറ്റ് ചെയ്യുക, അതിലൊക്കെയാണ് HTML യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ HTML എന്നുള്ളതിൻ്റെ ഫുൾ ഫോം? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. അപ്പോൾ എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ്, എന്താണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് വെബ് പേജസ് ആർ ലിങ്ക്ഡ് ടുഗദർ. അതായത് എങ്ങനെയാണ് ഒരു വെബ് പേജസ് ലിങ്ക് ചെയ്യുന്നത്, അതാണ് ഹൈപ്പർ ടെക്സ്റ്റ്. വെൻ വി ആർ ക്ലിക്കിംഗ് എ ലിങ്ക് ഇൻ എ വെബ് പേജ് വി ആർ യൂസിങ് ഹൈപ്പർ ടെക്സ്റ്റ്. നമുക്കറിയാം, നമ്മളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ആ പേജിൽ നിന്ന് നമ്മളൊരു വേറെ പേജിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നെറ്റൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ താഴെ ഒരു അണ്ടർലൈൻ ഉണ്ടാകും. നമ്മൾ ജസ്റ്റ് എന്താണ് നമ്മളുടെ കഴ്സർ, മൗസിൻ്റെ കഴ്സർ അങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോൾ ആ അണ്ടർലൈൻ്റെ അവിടെ ചെല്ലുമ്പോൾ എന്ത് പറ്റും, നമ്മളുടെ കഴ്സറിൻ്റെ ആരോ ഷേപ്പ് മാറി ഒരു ഹാൻഡ് ഷേപ്പ് ആകും. അപ്പോൾ അതിനകത്ത് അണ്ടർലൈൻ ഇഫക്റ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് അതൊരു ലിങ്കാണ്. ആ പേജിന് വേറൊരു പേജിലേക്ക് എന്താണ് കൺട്രോൾ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെ ആ അണ്ടർലൈനിന് മുകളിൽ കാണുന്ന ടെക്സ്റ്റിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വേറൊരു പേജിലേക്കോ വേറൊരു സെക്ഷനിലേക്കോ ലിങ്ക് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. അതിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. മാർക്കപ്പ് ലാംഗ്വേജ് ഡിസ്ക്രൈബ് ഹൗ ദ HTML വർക്ക്സ്. എങ്ങനെ HTML വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് എന്താണ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. With a markup language, the text document is marked up with a tags that tell the web browser how to structure it. അപ്പോൾ എന്താണ് സാധാരണ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് എന്താണ് ടാഗ് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ അത് ആണ് വെബ് ബ്രൗസറിനോട് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം. ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ B എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് ആ ഹായ് എന്നുള്ളത് എന്താണ് ബോൾഡായിട്ട് വരും. അതേസമയം U എന്നുള്ള ടാഗിനുള്ളിലാണ് ഹായ് എന്ന് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ആ ഹായ് എന്നുള്ള വേർഡിനൊരു അണ്ടർലൈൻ ഇഫക്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിന് നമ്മൾ ടാഗ് വെച്ചിട്ട് മാർക്കപ്പ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ്സൈറ്റ് എന്നാണ്. അപ്പോൾ ഇത് സാധാരണ ലോങ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഒരു 2-3 പാരഗ്രാഫേ ഉള്ളൂ. പക്ഷെ എന്താണ് അതെന്തായാലും അത് മൊത്തം പഠിച്ചിരിക്കണം. പിന്നെ എന്താണ് സ്റ്റാറ്റിക്, എന്താണ് ഡൈനാമിക്, ഞാൻ ബ്രീഫായിട്ട് പറയാം. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സൈറ്റുകളെയാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ചേഞ്ചും ഇല്ലാണ്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സൈറ്റ്. ഡൈനാമിക് എന്ന് വെച്ചാൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റുകളെ ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയും. അപ്പോൾ അപ്ഡേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ന്യൂസിൻ്റെ വെബ്സൈറ്റ് എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത് അല്ലല്ലോ. ഓരോ ന്യൂസ് വരുന്നതിനനുസരിച്ച് എന്താണ് സെക്കൻഡ് തോറും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അപ്ഡേഷൻ വരുന്ന സൈറ്റിനെ ഡൈനാമിക് എന്നും എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സൈറ്റിനെ നമ്മൾ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നു. പിന്നെ എന്താണെന്ന് നോക്കാം. എ സ്റ്റാറ്റിക് വെബ്സൈറ്റ് റിമൈൻ ദ സെയിം അൺലെസ് മോഡിഫൈഡ് മാനുവലി, വേറെ ഡൈനാമിക് വെബ്സൈറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് കണ്ടൻറ്റ് ഫോർ ഡിഫറെൻറ്റ് വിസിറ്റേഴ്സ്. ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് എപ്പോഴും സെയിം ആയിട്ട് നിൽക്കുന്നു. നമ്മൾ എന്താണ് അൺടിൽ മോഡിഫൈഡ് മാനുവലി, നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് വരെ എന്താണ് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതേസമയം എന്താണ് ഡൈനാമിക് വെബ്സൈറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് കണ്ടൻറ്റ് ഫോർ ഡിഫറെൻറ്റ് വിസിറ്റേഴ്സ്. അതായത് ഡിഫറെൻറ്റ് വിസിറ്റേഴ്സിന് ഡിഫറെൻറ്റ് കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇത് ഡൈനാമിക് വെബ്സൈറ്റ്. എ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഈസ് വൺ ദാറ്റ് ഈസ് റിട്ടൺ ഇൻ HTML ഓൺലി. അപ്പോൾ ഈ സ്റ്റാറ്റിക് വെബ്സൈറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സൈറ്റ് എന്താണ് HTMLൻ്റെ കോഡ് മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. HTML ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഈച്ച് പേജ് ഈസ് സെപ്പറേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ദർ ഈസ് നോ ഡാറ്റാബേസ് ദാറ്റ് ഈസ് ഡോൺ ഇറ്റ്. ഓരോ പേജും ഓരോ സെപ്പറേറ്റ് ഡോക്യുമെൻ്റ് ആണ്. അതിന് ഡാറ്റാബേസ് ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. This implies that the only way to edit the site is to go into each page and edit the HTML. So you would
either have to do it yourself using a web page editor, or we can edit the site each time you want something changed. അപ്പോൾ ഈ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ പർട്ടിക്കുലർ സൈറ്റിൻ്റെ കോഡ് എടുത്തിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ അതിനെന്താണ് ചേഞ്ചസ് വരും. അതല്ലെങ്കിൽ ഏതെങ്കിലും വെബ് പേജ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ എന്താണ് സ്റ്റാറ്റിക് വെബ്സൈറ്റിന് ചേഞ്ചസ് വരികയുള്ളൂ. അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിന് ഡാറ്റാബേസ് ആയിട്ടൊന്നും ഒരു കണക്ഷനില്ല. ഇനി ഡൈനാമിക് വെബ്സൈറ്റ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡൈനാമിക് വെബ്സൈറ്റ് ഈസ് റിട്ടൺ യൂസിങ് മോർ കോംപ്ലക്സ് കോഡ്. ഡൈനാമിക് വെബ്സൈറ്റ് എന്താണ്, കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത്. ആൻഡ് ക്യാൻ ഡു ലോട്ട് മോർ. ഫോർ ഇൻസ്റ്റൻസ് വി ക്യാൻ മേക്ക് ആൻ ഏരിയ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇ-കോമേഴ്സ് വെബ്സൈറ്റ്, ന്യൂസ് വെബ്സൈറ്റ് ആർ സം എക്സാമ്പിൾസ് ഓഫ് ഡൈനാമിക് വെബ്സൈറ്റ്. ഇ-കോമേഴ്സ് വെബ്സൈറ്റും ന്യൂസ് വെബ്സൈറ്റാണ് ഡൈനാമിക് വെബ്സൈറ്റിന് എക്സാമ്പിൾസ്. This is because each page is constructed based on the information in the database, and the information in the database can be changed via another interface. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാറ്റിക് വെബ്സൈറ്റിൻ്റെ കാര്യം പഠിച്ചപ്പോൾ അതിനകത്ത് എന്താ പറഞ്ഞത്, സ്റ്റാറ്റിക് വെബ്സൈറ്റ് റിട്ടേൺ ഇൻ HTML ഓൺലി ആൻഡ് ദർ ഈസ് നോ കണക്ഷൻ വിത്ത് ഡാറ്റാബേസ്. ഇത് HTMLൻ്റെ കോഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് ഡാറ്റാബേസ് ആയിട്ട് ഒരു കണക്ഷനും ഇല്ലാന്ന്. പക്ഷേ ഇവിടെ നോക്കി നേരെ ഓപ്പോസിറ്റാണ്. അതായത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള HTML മാത്രമല്ല, ഇതാണ് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഡൈനാമിക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് ഡാറ്റാബേസ് ആയിട്ട് കണക്ഷൻ ഉണ്ടെന്ന്. ദിസ് ഈസ് ബിക്കോസ് ഈച്ച് പേജ് ഈസ് കൺസ്ട്രക്റ്റഡ് ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഓൺ ഡാറ്റാബേസ്. അപ്പോൾ ഈ ഡൈനാമിക് വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യണത് ന്യൂസൊക്കെ മാറി മാറി വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സൈറ്റുകൾ എന്താണ്, സൈറ്റുകൾക്ക് ചേഞ്ചസ് വരാൻ കാരണം എന്താണ്, അതിനെ ഓരോ പേജും കൺസ്ട്രക്റ്റ് ചെയ്താക്കുന്നത് ഡാറ്റാബേസിലെ ഇൻഫർമേഷൻ്റെ ബേസിലാണ്. ആൻഡ് ദ ഇൻഫർമേഷൻ ഇൻ ദാറ്റ് ഡാറ്റാബേസ് ക്യാൻ ബി ചേഞ്ച്ഡ് വയ അനദർ ഇൻ്റർഫേസ്. ഇതാണ് ഡാറ്റാബേസിലെ ഇൻഫർമേഷൻ നമ്മൾ വേറെ ഏതെങ്കിലും ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഡൈനാമിക് വെബ്സൈറ്റ് ക്യാൻ reduce ongoing maintenance cost. They usually cost more to develop. അതായത് ഡൈനാമിക് വെബ്സൈറ്റിന് എപ്പോഴും ഓൺഗോയിങ് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. അത് എപ്പോഴും എന്താണ്, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അത് മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടാവില്ല. ദേ യൂഷ്വലി കോസ്റ്റ്, അതായത് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് കോസ്റ്റ് കൂടുതലായി വരുമെന്നും. ആസ് ദേ റിക്വയർ മോർ കോംപ്ലക്സ് കോഡിംഗ് ആൻഡ് കണ്ടൻറ് മാനേജ്മെൻറ്റ് യൂട്ടിലിറ്റി നീഡ്സ് ടു ഡെവലപ്പ് ഹെൽപ്പ് മാനേജ് യുവർ വെബ്സൈറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ എന്താണ്, കോംപ്ലക്സ് കോഡും അതുപോലെ തന്നെ കണ്ടൻറ് മാനേജ്മെൻറ്റ് യൂട്ടിലിറ്റിയും വെച്ചിട്ടാണ് എന്താണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, കണ്ടൻറ് മാനേജ്മെൻറ്റ് യൂട്ടിലിറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിലെ ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് ഡൈനാമിക് വെബ്സൈറ്റിൽ ഓൺഗോയിങ് മെയിൻ്റനൻസ് കുറവാണ്, പക്ഷേ ഡെവലപ്പ് ചെയ്യാൻ കോസ്റ്റ് വേണ്ടി വരും. കാരണം എന്താണ്, ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിന് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കോഡിങ്ങും വേണം. അതുപോലെ തന്നെ നമ്മളുടെ വെബ്സൈറ്റിലെ ഈ ഡൈനാമിക് വെബ്സൈറ്റിലെ ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യാനൊരു കണ്ടൻറ് മാനേജ്മെൻറ്റ് യൂട്ടിലിറ്റിയും ആവശ്യമാണെന്ന്. ഇനി നെക്സ്റ്റ് അനദർ ബെനിഫിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അനദർ ബെനിഫിറ്റ് ഓഫ് ഡൈനാമിക് വെബ്സൈറ്റ് ഈസ് ദാറ്റ് ദേ അലൗ യു ടു ചേഞ്ച് ഓൺലി ദ കണ്ടൻറ് ഓഫ് വെബ്സൈറ്റ് ആൻഡ് നോട്ട് ടു ഡിസൈൻ. അപ്പോൾ ഇതിൻ്റെ ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ കണ്ടൻറ്റ് മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, ഡിസൈൻ മാറുന്നില്ല. ഇപ്പോൾ നമ്മൾ ന്യൂസിൻ്റെ സൈറ്റൊക്കെ എടുത്ത് വയ്ക്കിയാൽ ഓരോ ദിവസവും പല ഡിസൈൻ ആയിരിക്കില്ലല്ലോ. അത് ഡിസൈൻ സെയിം തന്നെ ആയിരിക്കും, പക്ഷേ അതിനകത്ത് കണ്ടൻറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. Many business do the combination of dynamic and static website, having some dynamic areas such as product catalog, where they have to change the informations or pictures regularly, and leave the other page such as contact information in static page. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചില ബിസിനസ് സൈറ്റുകളിൽ എന്താണ് ഡൈനാമിക്കും സ്റ്റാറ്റിക്കും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഡൈനാമിക് സൈറ്റിന് ഡൈനാമിക് പേജിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് കാറ്റലോഗ്. പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ സൈറ്റ് ആണെങ്കിലും എപ്പോഴും എക്സാമ്പിൾ ഇപ്പോൾ മിന്ത്രയുടെ സൈറ്റ് എടുത്താൽ ആ പ്രൊഡക്റ്റുകൾ എന്നും സെയിം പ്രൊഡക്റ്റ് തന്നെ ഇരിക്കുമോ? അല്ല, ഓരോ ദിവസം എന്താണ് ഓഫറൊക്കെ വന്നതിനനുസരിച്ച് അവർ പ്രൊഡക്റ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കും. അതേസമയം അവരെ കോൺടാക്റ്റ് ഇൻഫർമേഷനോ അതായത് അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ എന്താണ് ഫോൺ നമ്പേഴ്സ് അതൊക്കെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഉള്ള പേജ് എന്താണ് എന്തിന് എക്സാമ്പിളാണ്, സ്റ്റാറ്റിക് വെബ്സൈറ്റിന് എക്സാമ്പിളും ആ പ്രൊഡക്റ്റ് പേജുകൾ എന്താണ് ഡൈനാമിക് വെബ്സൈറ്റിന് എക്സാമ്പിളാണെന്നും. പ്രൊഡക്റ്റ് പേജ് എപ്പോഴെപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമുണ്ട്. അതേസമയം എന്താണ് കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ അവരുടെ ആ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അവരിപ്പോൾ ആ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് മാറേണ്ട കാര്യമുള്ളല്ലോ. അപ്പോൾ ഈ ബിസിനസ് വെബ്സൈറ്റിലെ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നു. സ്റ്റാറ്റിക് പേജിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ അവരെ കോൺടാക്റ്റ് ഡീറ്റെയിൽസിൻ്റെ പേജ്, ഡൈനാമിക് എന്ന് വെച്ചാൽ അവരെ പ്രൊഡക്റ്റ് പേജ്. അപ്പോൾ അതാണ് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. അപ്പോൾ ഇത് ഒന്നുകൂടെ പറഞ്ഞുതരാം.
സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഓർക്കുക, എപ്പോഴും എന്താണ് ഒരേപോലെ നിൽക്കുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സൈറ്റുകളെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആ പേജ് എടുത്തിട്ട് നമ്മൾ തന്നെ പോയി ചേഞ്ച് ചെയ്താൽ മാത്രമേ എന്താണ് അതിനകത്ത് ചേഞ്ചസ് വരികയുള്ളൂ. ഡൈനാമിക് എന്ന് വെച്ചാൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റുകളെ ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുന്നു. അതിന് എന്താണ് HTML മാത്രമല്ല കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളത് സ്ക്രിപ്റ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് എഴുതുന്നത്. അതുപോലെ തന്നെ കണ്ടൻറ് മാനേജ്മെൻറ്റ് യൂട്ടിലിറ്റി ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ആ സൈറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡൈനാമിക് വെബ്സൈറ്റിന് ഓൺ ഗോയിങ് മെയിൻ്റനൻസ് കുറവാണ്, അത് ഡെവലപ്പ് ചെയ്യാൻ കോസ്റ്റ് കൂടുതലായിരിക്കും. സ്റ്റാറ്റിക് വെബ്സൈറ്റ് HTML വെച്ച് മാത്രം എഴുതുന്ന സൈറ്റ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സൈറ്റാണ് സ്റ്റാറ്റിക്.